ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ സുധീനെ വന്നിട്ട് തട്ടി വിളിക്കണം, മോനെ സുധി എണിക്കടാ, ഷോറൂം തുറക്കണ്ടാ മോനെ, എണിക്കടാ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. സുധിയാണെങ്കിൽ ഞാൻ ഉറങ്ങട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ സച്ചിയാണെങ്കിൽ താഴത്ത് വന്നിട്ട് ജഗ്ഗും വെള്ളമൊക്കെ ആയിട്ട് മുകളിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ രേവതി തടയണം. നിങ്ങൾ എന്ത് കാണിക്കാനാണ് ഈ പോണത്? എന്ത് കാണിക്കാൻ പോകണമെന്ന് ഞാൻ കാണിച്ചു തരാം, നീ വായോ രേവതി എന്ന് പറയാം. എന്ത് ചെയ്യാനാണ് പോണത്? അതെ, നീ ജലധാര എന്ന് കേട്ടിട്ടുണ്ടോ? ജലധാര നീ കേട്ടിട്ടുണ്ടാവില്ല, വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകാൻ കേട്ടോ. രവിവേട്ടനൊക്കെ വന്നിട്ട് ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്, നമ്മുടെ സുധി എണീക്കില്ല. അപ്പോഴാണെങ്കിൽ ചന്ദ്രമതി, സുധി മോനെ എണീക്കടാ, ദേ രവിവേട്ടാ സുധി എണീക്കണില്ല എന്ന് പറയണത്. നീ ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവ എണീക്കൊന്നുമില്ല, ഞാൻ പോയിട്ടേ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് രവിവേട്ടനാണെങ്കിൽ അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി രേവതി അങ്ങോട്ട് കയറി വരണം. അച്ഛൻ വിളിക്കാൻ പോകുന്നത്, സുധിക്ക് വയ്യ, ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് അച്ഛൻ ഡോക്ടറെ വിളിക്കാൻ പോകാൻ വരട്ടെ, നിൽക്ക്, ഇതിപ്പോൾ ഞങ്ങൾ മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് ആ ജഗ്ഗിൻ്റെ മൂടി അങ്ങോട്ട് തുറന്നിട്ട് ആ വെള്ളം അടക്കാണ്ട് മോന്തലിക്ക് ഓരോ ഒറ്റ ഒഴിക്കലങ്ങോട്ട് ഒഴിക്കുകയാണ്. സുധിയാണെങ്കിൽ അയ്യോ എൻ്റെ മൂക്കിൽ വെള്ളം പോയേ അയ്യോ എന്ന് പറഞ്ഞിട്ട് ചാടി അടിക്കുകയാണ്. നീ എന്താണ് ചെയ്തത്, എൻ്റെ മൂക്കിലൊക്കെ വെള്ളം പോകാന്ന് പറഞ്ഞിട്ട് സച്ചിയോട് പൊട്ടിത്തെറിക്കാനുണ്ടോ സുഹൃത്തുക്കളെ. നിന്നെ ഞാൻ കുറേ വിളിച്ചു, അമ്മ വിളിച്ചു, അച്ഛൻ വിളിച്ചു, നീ എണീറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ എണീപ്പിക്കാതെ നിർത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് സച്ചി പറയാണ്. പിന്നീടാണ് കാണിക്കുന്നത് നമ്മുടെ രേവതി ആണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് പാചകമൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ചന്ദ്രമതി ആണെങ്കിൽ നൈസായിട്ട് ചൊറിയാണ്. നിൻ്റെയൊക്കെ തൂക്കട എന്താണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്, നിനക്ക് അവനായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ടല്ലേടി നീ ആ റൂമിൽ കിടക്കണമെന്നൊക്കെ പറയണത്. അത് കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ രേവതിക്ക് കലി വന്നിട്ട് പറഞ്ഞത്, നിങ്ങളെൻ്റെ ഭർത്താവിൻ്റെ അമ്മയായി പോയി, വേറെ വല്ലവരാണ് ഇങ്ങനത്തെ ഒരു തോന്നിയാസം പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ തിളച്ച വെള്ളമെടുത്ത് ഞാൻ നിങ്ങളുടെ മോന്തയിലേക്ക് ഒഴിച്ചായിരുന്നു, മറക്കണ്ട, ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് നല്ല വാണിംഗ് കൊടുത്തിട്ട് പോവാണ്. ചന്ദ്രമതി ആണെങ്കിൽ ഒരു 19 കൂട്ടം കടന്നിൽ ഒരുമിച്ച് ഒന്ന് മോന്തയിൽ കുത്തി എങ്ങനെ ഉണ്ടാവും, അതേപോലെ മോന്ത കീർപ്പിച്ച് ഇങ്ങനെ നിൽക്കണതാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റിവ്യൂ ആയിട്ട് ഉടനെ വരാം. ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റി കഴിഞ്ഞാൽ അതൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം. ഓക്കെ.